ഹലോ എവരി വൺ, വെൽക്കം ടു മാർക്കറ്റ് ഡെസ്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്സ്റ്റോക്സിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രോക്കറേജ് ആൻഡ് ചാർജസ്, അതർ ചാർജസ് എത്രയൊക്കെ വരിക എന്നുള്ളതാണ്. അതായത് ബിഗിനേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ട്. അവർ ചെറിയ പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ആകുമ്പോൾ 50 രൂപ 100 രൂപ പ്രോഫിറ്റിലൊക്കെ എക്സിറ്റ് ആകുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുമോ, അതോ 40 റുപ്പീസ് ചാർജസ് ആയിട്ട് പോയി പിന്നെ 10 രൂപയല്ലേ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് എക്സാമ്പിളിലൂടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അപ്സ്റ്റോക്സ് ഇൻട്രാഡേ ചാർജസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് ഓൺ BSE, NSE ആൻഡ് MCX ആൻഡ് FNO ഇറ്റ് ഈസ് 0.05% or up to ₹20 per order trade. 0.05% അല്ലെങ്കിൽ മാക്സിമം ₹20 per. ഈ 0.05% ഓഫ് ദ ടോട്ടൽ ട്രേഡഡ് വാല്യൂ കൂടുതലാണെങ്കിൽ, ഈ ₹20 കൂടുതലാണെങ്കിൽ മാക്സിമം ₹20 per ട്രേഡ്. അതായത് ബൈക്ക് 20, അത് സെല്ല് ചെയ്യുമ്പോൾ 20, അപ്പോൾ 40 റുപ്പീസാണ് ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേറ്ററിൽ വന്നിട്ട് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ ഇതിൽ കാൽക്കുലേറ്ററിൽ വന്ന് നമ്മുടെ സ്ഥലം വേണമെങ്കിൽ കേരള ആക്കി കൊടുക്കാം. വിചാരിച്ച കേരള ഇല്ല, അതർ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഡെലിവറി നോക്കുകയാണെങ്കിൽ, ഡെലിവറി നിങ്ങൾ ഒരു 100 ക്വാണ്ടിറ്റി 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. 100 രൂപയുടെ സ്റ്റോക്ക് 100 ക്വാണ്ടിറ്റി മേടിച്ചിട്ട് നിങ്ങൾ 105 രൂപയ്ക്ക് വിൽക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറേജ് ഫ്രീ ആണ്, 0 ആണ്. അതർ ചാർജസ് 24.43 വരുന്നുണ്ട്. ചാർജസ് ബ്രേക്കപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ STT ആൻഡ് CTT ചാർജ് വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട്, പിന്നെ GST ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ സെബി ടേൺ ഓവർ ഫീ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചാർജസ് വരും, 24.43 റുപ്പീസ് ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് 475 രൂപ 58 പൈസ പ്രോഫിറ്റാണ്. അപ്പോൾ ബ്രോക്കറേജ് ഫ്രീ ആണ്. ഇനി ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 100 ക്വാണ്ടിറ്റി 100 റുപ്പീസിന് ബൈ ചെയ്തിട്ട് 105 റുപ്പീസിന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 10 രൂപ 25 പൈസയാണ് ആകെ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത്. അല്ലാതെ ബൈ ചെയ്യുമ്പോൾ 20, സെല്ല് ചെയ്യുമ്പോൾ 20, ടോട്ടൽ 40 അല്ല ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോഴും 483 രൂപ 82 പൈസ പ്രോഫിറ്റാണ്. ടോട്ടൽ ചാർജസ് വരുന്നത് 16 രൂപ 19 പൈസ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ പ്രോഫിറ്റിലൊക്കെ നിങ്ങൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ, ഇപ്പോൾ 100 രൂപയുടെ സ്റ്റോക്ക് 100 രൂപ 100.50 പൈസ, ഓക്കെ, ഇതിന് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ചെറിയൊരു 50 പൈസയുടെ മൂവ്മെൻറ്റിൽ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോഴും നിങ്ങൾക്ക് 34.23 റുപ്പീസ് പ്രോഫിറ്റാണ്. അല്ലാതെ 40 റുപ്പീസ് ചാർജസ് ആയിട്ട് എടുക്കുന്നില്ല. 10 റുപ്പീസാണ് ബ്രോക്കറേജ് അവർ എടുക്കുന്നുള്ളൂ. പിന്നെ അതർ ചാർജസ് 5.74. അപ്പോൾ 15 രൂപ 76 പൈസയാണ് ആകെ ചാർജസ് ആയിട്ട് വരുന്നുള്ളൂ. അല്ലാതെ 40 റുപ്പീസ് അല്ല ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ, വലിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് വലിയ ചാർജസ് വരുന്നത്. ഇപ്പോൾ 1000 ക്വാണ്ടിറ്റി 2000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഒരു 2005 നിങ്ങൾ സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 793 രൂപ 64 പൈസ തന്നെ അതർ ചാർജസ് വരുന്നുണ്ട്, പ്ലസ് ബ്രോക്കറേജ് 40 വരുന്നുണ്ട്. ടോട്ടൽ 833 രൂപ 64 പൈസ നിങ്ങൾക്ക് ചാർജ് വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ വലിയ ക്വാണ്ടിറ്റി വലിയ പ്രൈസിൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാർജസ് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 2000 രൂപയുടെ സ്റ്റോക്ക് 2005 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1000 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ 5000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചാർജസ് എല്ലാം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റി. 793 രൂപ 64 പൈസ തന്നെ അതർ ചാർജസ് വരുന്നുണ്ട്, പ്ലസ് ബ്രോക്കറേജും വരുന്നുണ്ട്. ടോട്ടൽ 833 രൂപ 64 പൈസ ചാർജസ് ആയിട്ട് പോകുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ട്രേഡഡ് വാല്യൂ വളരെ വലിയ എമൗണ്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാർജസ് എല്ലാം വരുന്നത്. GSTയും STTയും പിന്നെ CTTയും ട്രാൻസാക്ഷൻ ചാർജും, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ചാർജസും അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രൈസിൻ്റെ സ്റ്റോക്ക് വലിയ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രം എക്സിറ്റ് ആവാൻ നോക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. അല്ലാതെ ചെറിയ മൂവ്മെൻറ്റിൽ നിങ്ങൾ എക്സിറ്റ് ആവരുത്. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.